Hello, നമസ്കാരം എല്ലാവർക്കും Ayruz Food and Craftന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വറുത്തരച്ച ഒരു തീയലാണ് ഉണ്ടാക്കുന്നത്. അപ്പം ആ തീയലിന് വേണ്ടിയിട്ട് നമ്മുടെ ചക്കയൊക്കെ ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്. അപ്പോൾ ചക്കയുടെ അകത്തുള്ള ഒരു കൂഞ്ഞുണ്ട്, ചക്കക്കൂഞ്ഞ് വെച്ചിട്ടുള്ള ഒരു തീയലാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ചക്കക്കൂഞ്ഞ് നന്നായിട്ട് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ചക്കക്കുരു ഒരു 7-8 ചക്കക്കുരുവും ഇതേപോലെ അരിഞ്ഞെടുക്കുക. പിന്നെ ഒരു 2 പച്ചമുളക് അരിഞ്ഞത്. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങ ആണ്. ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇപ്പോൾ തേങ്ങ നമുക്കൊന്ന് വറുത്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു ചട്ടിയിലേക്ക് ഈ തേങ്ങ ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. 4-5 പീസ് വെളുത്തുള്ളി, 4-5 പീസ് ചെറിയുള്ളി എന്നിവയിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊരു ബ്രൗൺ കളർ ആവുന്നിടം വരെ നമ്മൾ ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂണോളം ഗരം മസാല പൗഡർ എന്നിവ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യണം. കുക്കറിലാണ് വെക്കേണ്ടത്, കാരണം ചക്കക്കുഞ്ഞും ഒക്കെ ആയതുകൊണ്ട് നല്ല വേവുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുക്കറിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് കടുക്, കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക, പച്ചമുളക് ചേർത്ത് കൊടുക്കുക, ചക്കക്കുരു അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. 7-8 പീസ് ചക്കക്കുരു മതിയാവും. ചക്കക്കുരു ഇടുമ്പോഴത്തേക്കും വളരെ ഒരു ടേസ്റ്റാണ്. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചക്കക്കൂഞ്ഞ് ചെറുതായിട്ട് ക്യൂബായിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ, ഈ ഒരു ഷേപ്പിൽ. അപ്പം അതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക, അപ്പോൾ പെട്ടെന്ന് വഴണ്ട് കിട്ടും. ഉപ്പും കൂടി ചേർത്ത് ഇതൊരു 1 മിനിറ്റ് നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടപ്പ് വെച്ച് അടച്ചു കൊടുക്കുക. അപ്പം അതൊന്ന് വഴണ്ട് വരുന്ന ആ ഒരു ടൈം കൊണ്ട് നമുക്ക് അരപ്പ് അരച്ചെടുക്കുക. അപ്പം ഈ അരപ്പ് അരയ്ക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് വെള്ളം ഒക്കെ ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് നമുക്കിത് അരഞ്ഞ് കിട്ടും. പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ പേസ്റ്റായിട്ട് ഇങ്ങ് അരച്ചെടുക്കുക. ഇപ്പം നമ്മുടെ അരപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു അരപ്പ് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. ഉപ്പ് നോക്കിയിട്ട് മാത്രം ഇനി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു 3 വിസിൽ വരുന്നിടം വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ 3 വിസിൽ വന്നതിന് ശേഷം കുക്കർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ചക്കക്കുരും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. 3 വിസിലാണ് വന്നത്. അപ്പം നല്ല കുറുകി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇത് വീണ്ടും തീയിലിട്ടില്ല. അപ്പം ആ ഒരു കുക്കറിൽ വിസിൽ കേട്ട് തന്നെ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ചക്കക്കുഞ്ഞ് തീയൽ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, വളരെ ഹെൽത്തിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.